ഹലോ, ഞാനിന്ന് ഒരു ഇഞ്ചി തൈരാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഓണത്തിനൊക്കെ പറ്റിയ ഒരു തൊട്ടുകറിയാണ്. ഇഞ്ചി തൈരിനെ കുറിച്ച് പറഞ്ഞാൽ 101 കറികൾക്ക് സമാനമാണെന്നാണ് പറയുന്നത്. അത് ഇഞ്ചിയുടെ ഗുണഗണം കൊണ്ടാണ്. ഇഞ്ചി നമുക്ക് നമ്മുടെ ദഹനത്തിനും ഗ്യാസൊക്കെ പോകാനും ഒക്കെ വളരെ സഹായിക്കുന്നു. ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റുമാണ്. അങ്ങനെ പല പല ഗുണങ്ങൾ ഇഞ്ചിക്കുണ്ട്. നമ്മളിപ്പം എന്തൊക്കെ എടുക്കേണ്ടതെന്ന് കാണിക്കാം. ഇത് 1 കപ്പ് തൈരുണ്ട്. 1 കപ്പ് തൈരിന് കൂടുതൽ ഒരു 3 സ്പൂണും കൂടെ ഞാനിതിലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരയ്ക്കാൻ ഉപയോഗിക്കാനാണ്. പിന്നെ 1 കപ്പ് തേങ്ങ, ഇത് ഇഞ്ചി, 2 കഷ്ണം ഇഞ്ചിയുണ്ട്. 2 കഷ്ണം ഇഞ്ചി ഏകദേശം 50 ഗ്രാമോളം വരും. പിന്നെ 2 പച്ചമുളകും. പച്ചമുളക് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒന്നും കൂടെ എടുക്കാം. ഞാനിപ്പോൾ 2 എണ്ണേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാദ്യം ഇഞ്ചിയൊക്കെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കണം. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ തേങ്ങയായിട്ട് പച്ചമുളകും തേങ്ങയും ഇഞ്ചിയും കൂടെ അരയ്ക്കാൻ പച്ചവെള്ളം തൊടുകയേ ചെയ്യരുത്. അതിനാണ് നമ്മൾ ഈ കൂടുതൽ തൈരെടുത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് തൈരിൽ ഉപ്പ് ചേർത്ത് ഉപ്പും ചേർത്ത് ഈ അരച്ച അരപ്പും അതിൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കടുക് വറക്കണം. കടുക് വറക്കാനായിട്ട് കടുകും വറ്റലുമുളകും കരിവേപ്പിലയും വേണം. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനൊക്കും ഇത്. ഞാനിപ്പം ഈ തൈരിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടു. പിന്നെ നമുക്ക് ഉപ്പ് നോക്കണം. ഇതിപ്പോൾ ഇതിന് ഒരു 3/4 സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് അരച്ച് വെച്ച ഇതങ്ങ് പേസ്റ്റ് പോലെ ആകുന്നില്ല. ഇച്ചിരി ഒരു തരിതരിപ്പുണ്ട് കേട്ടോ. എങ്കിലേ ആ ഇഞ്ചിയുടെ സ്വാദൊക്കെ നല്ലപോലെ നമ്മൾ അറിയത്തുള്ളൂ. നിങ്ങൾ തൈര് എടുക്കുമ്പം കുറച്ച് പുളിയുള്ള തൈര് വേണം എടുക്കാൻ. എങ്കിലേ നമുക്ക് ഇഞ്ചി തൈര് എല്ലാ രസങ്ങളും കൂടെ ആയിട്ട് നല്ല ഇതാകത്തുള്ളൂ. ഇതിലോട്ട് നല്ലപോലെ ഇളക്കി ചേർക്കുക. ഞാനൊരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കടുക് വറുത്തിടണം ഇനി അതിലോട്ട്. എന്നിട്ട് വെളിച്ചെണ്ണയാണ് ഞാനിതിൽ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും ഇതിന് ടേസ്റ്റ്. മൂത്തു, അതുകൊണ്ട് ഞാൻ കുറച്ച് കടുക് ഇടുകയാണ്. നമ്മൾ 2 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കരിവേപ്പിലയും കൂടി ഇടും. തീ വളരെ കുറച്ച് മതി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പിടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങ് കരിഞ്ഞു പോവും വറ്റൽമുളക് വേഗം. ഉപ്പും അരപ്പും ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന ഇതിലോട്ടിത് നമ്മൾ കടുക് ഇടും. ഇത് നമ്മുടെ ഇഞ്ചി തൈരൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതുണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് ലൈക്കൊക്കെ അടിക്കുക, കമൻറ്റുകളൊക്കെ തരിക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.